എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൗസ് ഓഫ് ക്യൂസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോന് നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും താങ്ക് യു. അൽഫാം വീഡിയോ നല്ല വൈറലായി, നല്ല റിപ്ലൈസ് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ കാര്യം. അതിനകത്ത് എനിക്ക് ഒരുപാടധികം റിക്വസ്റ്റുകൾ വന്നായിരുന്നു. മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഇന്ന് നമ്മൾ നല്ലൊരു മയോണൈസ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, മാക്സിമം പേരിലേക്ക് ഷെയറും ചെയ്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ള സംഭവം എന്ന് പറയുന്നത് 2 മുട്ട, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ. മറ്റ് ഓയിലുകളൊന്നും യൂസ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമാണ്. സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. മുട്ടയുടെ വെള്ള മാത്രമായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സി ജാറിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് കൺവേർട്ട് ചെയ്യുക. എഗ് യോക്ക് വരാത്ത രീതിയിൽ, മുട്ടയുടെ ആ ഒരു മഞ്ഞ നിറത്തിലുള്ള സംഭവം വരാത്ത രീതിയിൽ ആ എഗ് വൈറ്റ് മാത്രമായിട്ട് നിങ്ങളൊരു മിക്സി ജാറിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി മിക്സിനെ നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മിക്സിയിൽ പി എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ബട്ടൺ യൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം സ്ലോ സ്പീഡിൽ മിക്സ് ചെയ്യാനും റെഗുലർ ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാഴ്സ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ചെറിയ രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ലെമണും നാരങ്ങയും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗാർലിക്കും വെളുത്തുള്ളിയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിക്ക് പാഴ്സ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാഴ്സ് ബട്ടൺ എന്ന് പറയുന്നത് റെഗുലർ ഇൻ്റർവെല്ലിൽ സ്ലോ സ്പീഡിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണയായി തിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും ഈ ഒരു പറയുന്ന പാഴ്സ് ബട്ടൺ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലായിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. വീണ്ടും മിക്സ് ചെയ്യുക, വീണ്ടും സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ആ ഒരു ഇൻ്റർവെൽ ബേസിസിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ എത്ര വട്ടം ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല ക്രീമി ഷേപ്പിൽ ഈ ഒരു മയോണൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഗ്ലാസ്സിൽ മേലെ സൺഫ്ലവർ ഓയിൽ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്തപ്പോഴാണ് എനിക്കിപ്പോൾ 2 മുട്ടേനെ നല്ലൊരു മയോണൈസായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് അൽഫാമോ മറ്റുമുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിക്കാനായിട്ട് ഈ മയോണൈസ് വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വലിയൊരു സ്വാഗതം. നിങ്ങൾ നല്ല രീതിക്ക് നല്ല കമൻറ്റുകൾ തരിക, നല്ല സജഷൻസ് തരിക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട് ഫ്രം ഹൗസ് ഓഫ് ക്യൂസീൻ. ബൈ.